മുസ്ലിം സർവീസ് സൊസൈറ്റി കരുനാഗപ്പള്ളി യൂണിറ്റ് സ്നേഹഭൂമിയിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽ കൈമാറി. മെറിറ്റ് അവാർഡ് വിതരണം, ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു. കൾച്ചറൽ ആൻഡ് മെഡിക്കൽ എയ്ഡ് സെന്ററിന്റെ ശിലാസ്ഥാപനവും നടത്തി. മുസ്ലിം സർവീസ് സൊസൈറ്റി കരുനാഗപ്പള്ളി യൂണിറ്റ് സ്നേഹഭൂമിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച 3 വീടുകളുടെ താക്കോലാണ് കൈമാറിയത്. ഇതോടൊപ്പം കൾച്ചറൽ ആൻഡ് മെഡിക്കൽ എയ്ഡ് സെന്ററിന്റെ ശിലാസ്ഥാപനവും നടത്തി. ആദരവും സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി വേങ്ങരയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. CR മഹേഷ് MLA താക്കോൽ കൈമാറി. ഈ ഭൂമി ഇത്രയും വാങ്ങിച്ച് എത്ര ദിവസത്തെ അധ്വാനമാണ്. വെളുപ്പിനെ സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇവർ ഇറങ്ങും നാട്ടിലുള്ള സമ്പത്തുള്ള ആളുകളെ കാണാൻ. അങ്ങനെ ഈ വസ്തുവിൻ്റെ വാങ്ങൽ പൂർത്തിയായി. പിന്നീട് ചെറിയ ചെറിയ വീടുകളായി. പേര് പോലെ തന്നെ സ്നേഹം മാത്രം ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് വിളമ്പുന്നത് പോലെ സ്നേഹഭൂമിയായി. ഇവിടെ ഇപ്പോൾ കുടുംബങ്ങൾ എണ്ണം കൂടിക്കൂടി ഇന്ന് 3 വീടുകളുടെ താക്കോൽ കൂടി കൊടുത്തു കഴിയുമ്പോൾ 9 വീടുകൾ ആയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ചടങ്ങ് നടക്കുന്നിടത്തും ഒരു ഫൗണ്ടേഷൻ. ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുന്നത് തന്നെ ഏറ്റവും വലിയ ശ്രേഷ്ഠമാണ്. ഒരു നോട്ടം കൊണ്ടോ ഒത്തിരി പണ്ഡിതന്മാരും ജനപ്രതിനിധികളും അടക്കം ഈ വേദിയിൽ സംസാരിക്കാനുണ്ട്. ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ചില്ലറ തൊട്ടുകൊണ്ടോ ഈ സംരംഭത്തിന് കണ്ണി ചേർന്ന മുഴുവൻ പേർക്കും ദൈവം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. MSS ജില്ലാ പ്രസിഡന്റ് A. നജീർ കെട്ടിടത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് നിസാർ അൽഫിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ടൗൺ മസ്ജിദ് ഇമാം ഷാഹിദ് മൗലവി അൽ ഖാസിമി ഖിറാഅത്തിന് നേതൃത്വം നൽകി. യൂണിറ്റ് സെക്രട്ടറി M. ഹാഷിം മീനത്തതിൽ സ്വാഗതം പറഞ്ഞു. കൾച്ചറൽ സെന്റർ ആൻഡ് മെഡിക്കൽ എയ്ഡ് സെന്ററിന്റെ ശിലാസ്ഥാപനം MSS സംസ്ഥാന പ്രസിഡന്റ് നിയാസ് പുളിക്കരകത്ത് നിർവഹിച്ചു. വ്യത്യാസമില്ലാതെ വ്യത്യാസം നോക്കാതെ മനുഷ്യരെ സഹായിക്കുവാനും നല്ല മനുഷ്യർ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്നുള്ള തലമുറക്കും ഇനി വരാൻ പോകുന്ന തലമുറക്കും വലിയൊരു മെസ്സേജ്, ഒരു സന്ദേശം നൽകുക എന്നുള്ളതാണ്. ഇതുപോലെയുള്ള സദസ്സ് കൊണ്ട് നമ്മളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർ കാണേണ്ട ഏറ്റവും വലിയൊരു കാര്യം അതാണ്. ആരുടെയും മേൽ ആധിപത്യം സ്ഥാപിക്കുവാനല്ല, കുറച്ചാളുകൾ വാങ്ങുന്നവരും കുറച്ചാളുകൾ നൽകുന്നവരും എന്നുള്ള രൂപത്തിലേക്ക് ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടാക്കുക എന്നുള്ളതുമൊന്നുമല്ല. ഇന്ന് നമുക്ക് തന്ന അനുഗ്രഹത്തെ അള്ളാഹുവിനെ പ്രതിഫലം അല്ലെങ്കിൽ സർവശ്രേഷ്ഠന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുകയും അവരുടെ ദുഃഖത്തിൽ അവരുടെ പരാധീനതയിൽ ഒരു കൈത്താങ്ങായി മാറുകയും ചെയ്യുന്ന ഒരു സന്ദേശം നൽകുന്ന ഈ അനുഗ്രഹീത സദസ്സ് മഹേസാറെ പോലെയുള്ള ജനപ്രതിനിധികളായ ജില്ലാ പഞ്ചായത്ത് അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ ഇരിക്കുന്നൊരു വേദിയിൽ ആ രൂപത്തിലേക്ക് MSS എന്നൊരു മഹത്തായ സംഘടന 45ഓളം കൊല്ലക്കാലത്തെ പരിചയമുള്ള ഒരു മുസ്ലിം സാംസ്കാരിക സംഘടന എന്ന് തന്നെ പറയാവുന്നൊരു സംഘടന. ഒരു മുസ്ലിം എങ്ങനെയാണ് മനുഷ്യനോട് നല്ലതുപോലെ പെരുമാറേണ്ടത് എന്ന് സമൂഹത്തിന് പഠിപ്പിക്കുന്നൊരു സംഘടന. ഒരു മതേതര കാഴ്ചപ്പാടിൽ മതേതര പരിസ്ഥിതിയിൽ എങ്ങനെയാണ് മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് പെരുമാറേണ്ടത് എന്ന് തലമുറകളായിട്ട് പഠിപ്പിച്ച് തന്ന ഒരു പ്രസ്ഥാനം. മാനവികതയും മതസൗഹാർദ്ദവും ഒക്കെ എങ്ങനെയാണ് സമൂഹത്തിനോട് പ്രകടമാക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് പൂർവികരാൽ കാണിച്ചു തന്ന ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനം നൽകുന്ന ആത്മാർത്ഥമായിട്ട് നൽകുന്ന ഈ സന്ദേശമാണ് ഇതുപോലെയുള്ള വേദികളിൽ ഉണ്ടാകുന്നത്. ഇതുപോലെയുള്ള വേദികൾ ഒരുപാട് ഉണ്ടാകട്ടെ എന്നും ആ വേദികളെല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കുവാൻ നമ്മുടെ ഉഹ്റവിയായ ജീവിതം, മരണാനന്തരമായ മരണശേഷമുള്ള ജീവിതവും ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് സദസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സർവപക്ഷത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ ഈ വീടുകൾക്ക് അടുത്ത് തന്നെ ഒരു കൾച്ചറൽ സെൻറ്റർ കൂടി MSS വിഭാവനം ചെയ്യാൻ ഈ നാടിന് കൊടുക്കുകയാണ്. അതിൽ ഒരു ആരോഗ്യ കേന്ദ്രവും അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് എല്ലാ ഉദ്ദേശങ്ങളും കരുനാഗപ്പള്ളി യൂണിറ്റ് MSSൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിയും എല്ലാം അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ഭാഗമായിട്ടുള്ള എല്ലാ ഉദ്ദേശങ്ങളെയും സർവേശ്വരൻ സ്വീകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
എല്ലാവരെയും ഒരു വലിയ പ്രൗഢമായ സദസ്സും പ്രൗഢമായ വേദിയുമാണ്. എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് MSS എന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. MSS സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് കോയ പ്രതിഭകളെ ആദരിച്ചു. തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി ഹജ്ജ് ഹെൽപ്പ് ഡെസ്ക് കോർഡിനേറ്റർ അൽഫിയ നിസാറിനെ ആദരിച്ചു. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയപ്രകാശ് മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. ഫിറോസ് ലിവിഡഫ് സാന്ത്വനം 2026 ഉദ്ഘാടനം നിർവഹിച്ചു. കരാറുകാരൻ A നവാസിനെ ജമാഅത്ത് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP മുഹമ്മദ് ആദരിച്ചു. മുസ്ലിം ലീഗ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനുസ്, കരുനാഗപ്പള്ളി ജമാഅത്ത് യൂണിയൻ പ്രസിഡന്റ് വലിയത്ത് ഇബ്രാഹിംകുട്ടി, താലൂക്ക് ജമാഅത്ത് യൂണിയൻ പ്രസിഡന്റ് M അൻസാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ദീപാചന്ദ്രൻ, ജനപ്രതിനിധികളായ അജിത് കുമാർ, ശരണ്യ അജിത്ത്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA ജവാദ്, BJP സംസ്ഥാന സമിതി അംഗം മാലിമേൽ സുരേഷ്, ഡോക്ടർ മുഹമ്മദ് ഷെരീഫ്, ഷാജഹാൻ രാജധാനി, നാസർ പോച്ചയിൽ, സുലൈമാൻ പുതുപ്പറമ്പിൽ, CMA നസറുദ്ദീൻ, കോയാക്കുഞ്ഞുമേടയിൽ അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ, നസീം ഖാൻ, സുബൈർ കുട്ടി സംസം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.